മനുഷ്യബന്ധങ്ങൾ ഡിജിറ്റൽ യുഗത്തിൻ്റെ അതിവേഗ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രണയവും സൗഹൃദവും പുതിയ ഭാവങ്ങൾ കൈവരിക്കുകയാണ്. 2026 നിൽക്കുമ്പോൾ കൗമാരക്കാർക്കിടയിലെ പ്രണയബന്ധങ്ങൾ കേവലം സംഭാഷണങ്ങളിൽ ഒതുങ്ങുന്നില്ല. സ്ക്രീനുകളിലെ നോട്ടിഫിക്കേഷനുകളും സീൻ സ്റ്റാറ്റസുകളും ടൈപ്പിംഗ് ഇൻഡിക്കേറ്ററുകളും പ്രണയത്തിൻ്റെ തീവ്രത അളക്കുന്ന അളവുകോലായി മാറിയിരിക്കുന്നു. എന്നാൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിനൊപ്പം അത്യന്തം അപകടകരമായ ചില പ്രവണതകളും കൗമാര മനസ്സുകളെ തകർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഭീകരവും എന്നാൽ നിശബ്ദവുമായ ഒന്നാണ് ഗോസ്റ്റ് ലൈറ്റിംഗ്. ഒരാളെ മാനസികമായി തളർത്തുകയും അയാളുടെ സ്വന്തം ബോധത്തെ തന്നെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഈ അവസ്ഥ ഗോസ്റ്റിംഗ് എന്നറിയപ്പെടുന്ന പ്രവണതയേക്കാൾ എത്രയോ മടങ്ങ് മാരകമാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഗോസ്റ്റ് ലൈറ്റിംഗ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മുടെ കാലഘട്ടത്തിലെ ഗോസ്റ്റിംഗ്, ഗ്യാസ് ലൈറ്റിംഗ് എന്നീ രണ്ട് പദങ്ങളെ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു വ്യക്തിയുമായുള്ള എല്ലാ ബന്ധങ്ങളും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് അവസാനിപ്പിക്കുകയും ആ വ്യക്തിയുടെ സന്ദേശങ്ങളോടോ വിളികളോടോ പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഗോസ്റ്റിംഗ്. എന്നാൽ ഗോസ്റ്റ് ലൈറ്റിംഗ് ഇതിലും സങ്കീർണമാണ്. ഇത് ഗോസ്റ്റിങ്ങിൻ്റെയും ഗോസ്റ്റ് ലൈറ്റിങ്ങിൻ്റെയും ഒരു വിനാശകരമായ സംയോജനമാണ്. ഇതിൽ പങ്കാളി ആദ്യം പെട്ടെന്ന് അപ്രത്യക്ഷനാകുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയാൾ തിരികെ വരുന്നു. എന്നാൽ തിരിച്ചു വരുമ്പോൾ താൻ അപ്രത്യക്ഷനായ കാര്യത്തെ അയാൾ പൂർണ്ണമായും നിഷേധിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ കുറ്റം മറ്റേ വ്യക്തിയുടെ തലയിൽ കെട്ടിവെക്കുകയോ ചെയ്യുന്നു. താൻ ഒളിച്ചോടിയിട്ടില്ലെന്നും എല്ലാം നിന്റെ തോന്നലാണെന്നും വിശ്വസിപ്പിക്കുന്ന ഈ രീതിയാണ് ഗോസ്റ്റ് ലൈറ്റിംഗ്. കൗമാരക്കാർക്കിടയിൽ ഈ പ്രവണത വർദ്ധിക്കാനുള്ള പ്രധാന കാരണം അവരുടെ വികസിതമല്ലാത്ത വൈകാരിക പക്വതയും ഡിജിറ്റൽ ലോകത്തോടുള്ള അമിത ആശ്രയവുമാണ്. 15-16 വയസ്സുള്ള കുട്ടികൾക്കിടയിൽ പ്രണയം എന്നത് പലപ്പോഴും സ്വയം തിരിച്ചറിയാനുള്ള ഒരു വഴി കൂടിയാണ്. ഈ പ്രായത്തിൽ പങ്കാളിയിൽ നിന്ന് നേരിടുന്ന ഇത്തരം അവഗണനകൾ അവരുടെ ആത്മവിശ്വാസത്തെ വേരോടെ പിഴുതെറിയാൻ പര്യാപ്തമാണ്. ഗോസ്റ്റ് ലൈറ്റിങ്ങിന് ഇരയാകുന്ന ഒരു കുട്ടി നിരന്തരം സ്വയം കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. താൻ അയച്ച സന്ദേശത്തിൽ എന്തെങ്കിലും പിശകുണ്ടോ, അതോ തൻ്റെ പെരുമാറ്റം കൊണ്ടാണോ പങ്കാളി മിണ്ടാതിരിക്കുന്നത് എന്ന് അവർ മണിക്കൂറുകളോളം ചിന്തിച്ചു കൂട്ടുന്നു. ഒടുവിൽ പങ്കാളി തിരിച്ചു വരുമ്പോൾ അയാൾ നടത്തുന്ന നുണപ്രചാരണങ്ങളിൽ അവർ വിശ്വസിച്ചു പോകുന്നു. ഇതോടെ യാഥാർത്ഥ്യവും ഭാവനയും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ തള്ളപ്പെടുന്നു. ഗോസ്റ്റ് ലൈറ്റിങ്ങിൻ്റെ പ്രവർത്തന രീതി വളരെ തന്ത്രപരമാണ്. ഉദാഹരണത്തിന്, ഒരാഴ്ചയോളം പ്രിയപ്പെട്ടവളോട് മിണ്ടാതിരിക്കുന്ന ഒരു കാമുകൻ വീണ്ടും വരുമ്പോൾ അവർ സ്വാഭാവികമായും അതിനെക്കുറിച്ച് ചോദിക്കും. എന്നാൽ ആ സമയത്ത് ഞാൻ എപ്പോഴാണ് മിണ്ടാതിരുന്നത്, നീ അനാവശ്യമായി കാര്യങ്ങൾ സങ്കല്പിക്കുകയാണ്, അല്ലെങ്കിൽ നിന്റെ മാനസിക നില ശരിയല്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നുന്നത് എന്നിങ്ങനെയുള്ള മറുപടികളിലൂടെ അവളുടെ ഓർമ്മശക്തിയെയും യുക്തിയെയും അയാൾ ചോദ്യം ചെയ്യുന്നു. ഉദാഹരണത്തിന്, ഒരാഴ്ചയോളം പ്രിയപ്പെട്ടവളോട് മിണ്ടാതിരുന്ന ഒരു കാമുകൻ വീണ്ടും വരുമ്പോൾ അവൾ സ്വാഭാവികമായും അതിനെക്കുറിച്ച് ചോദിക്കും. എന്നാൽ ആ സമയത്ത് ഞാൻ എപ്പോഴാണ് മിണ്ടാതിരുന്നത്, നീ അനാവശ്യമായി കാര്യങ്ങൾ സങ്കല്പിക്കുകയാണ്, അല്ലെങ്കിൽ നിന്റെ മാനസിക നില ശരിയല്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് എന്നിങ്ങനെയുള്ള മറുപടികളിലൂടെ അവളുടെ ഓർമ്മശക്തിയെയും യുക്തിയെയും അയാൾ ചോദ്യം ചെയ്യുന്നു. ഒരു നിശബ്ദ കൊലയാളിയെ പോലെ ഇത് ആ പെൺകുട്ടിയുടെ വ്യക്തിത്വത്തെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുന്നു. അവൾക്ക് ചുറ്റുമുള്ള ലോകം അവിശ്വസനീയമായി തോന്നുകയും അവൾ സ്വയം ഒരു തടവറയിലാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. ഇത്തരം വൈകാരിക ചൂഷണങ്ങൾ പലപ്പോഴും ആത്മഹത്യാപരമായ ചിന്തകളിലേക്കോ കഠിനമായ വിഷാദത്തിലേക്കോ കുട്ടികളെ നയിക്കാറുണ്ട്. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് തിരിച്ചറിയുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം മുതിർന്നവർക്ക് ഇത് വെറും കുട്ടിത്തമായി തോന്നാമെങ്കിലും ഒരു കൗമാരക്കാരന് ഇത് ലോകാവസാനം പോലെയാണ് ഫീൽ ചെയ്യുക. മക്കളിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക എന്നതാണ് മാതാപിതാക്കൾ ചെയ്യാവുന്ന ആദ്യത്തെ കാര്യം. ഭക്ഷണം കഴിക്കാൻ മടിക്കുക, മുറിയിൽ അടച്ചിരിക്കുക, പഠനത്തിൽ ശ്രദ്ധ കുറയുക, ഫോണിൽ മെസ്സേജുകൾ വരുമ്പോൾ അമിതമായി ഉത്കണ്ഠപ്പെടുക തുടങ്ങിയവ ഗോസ്റ്റ് ലൈറ്റിങ്ങിൻ്റെയോ മറ്റ് വൈകാരിക പീഡനങ്ങളുടെയോ ലക്ഷണമാകാം. മക്കളോട് സംസാരിക്കുമ്പോൾ അവരെ ഉപദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ പറയുന്നത് കേൾക്കാൻ ശ്രദ്ധിക്കണം. നീ എന്തിനാണ് ഈ പ്രായത്തിൽ പ്രണയിക്കാൻ പോകുന്നത് എന്ന ചോദ്യത്തിന് പകരം നിനക്ക് വിഷമം തോന്നുന്നുണ്ടോ, നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന സമീപനമാണ് വേണ്ടത്. ഡിജിറ്റൽ സാക്ഷരത എന്നത് വെറും സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യൽ മാത്രമല്ല, മറിച്ച് ഡിജിറ്റൽ ലോകത്തെ ബന്ധങ്ങളെ എങ്ങനെ ആരോഗ്യകരമായി നിലനിർത്താം എന്നതുകൂടിയാണ്. പ്രണയബന്ധങ്ങളിൽ വ്യക്തിപരമായ അതിരുകൾ അത് നിശ്ചയിക്കാൻ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ആരെങ്കിലും ഒരാൾ നിങ്ങളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വൈകാരിക സുരക്ഷിതത്വം തകർക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് ധീരമായി പുറത്തു വരാൻ അവർക്ക് കഴിയണം. ഗോസ്റ്റ് ലൈറ്റിംഗ് ചെയ്യുന്ന വ്യക്തികൾ പലപ്പോഴും ചെയ്യുന്നത് ഇരയെ ഒറ്റപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും അകന്നു പോകുന്ന കുട്ടിക്ക് ഈ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രയാസമായിരിക്കും. അതിനാൽ മക്കൾക്കെപ്പോഴും ഒരു സുരക്ഷിത താവളമായി മാതാപിതാക്കൾ മാറേണ്ടതുണ്ട്. സമൂഹ മാധ്യമങ്ങളും ഡേറ്റിംഗ് ആപ്പുകളും നൽകുന്ന വ്യാജ സുരക്ഷിതത്വ ബോധം കൗമാരക്കാരെ പലപ്പോഴും ഇത്തരം കെണികളിൽ വീഴ്ത്തുന്നു.
ഒരാളെ ബ്ലോക്ക് ചെയ്യാനും അൺഫ്രണ്ട് ചെയ്യാനും എളുപ്പമാണെങ്കിലും മനസ്സിലേൽക്കുന്ന മുറിവുകൾ മായ്ക്കാൻ വർഷങ്ങൾ വേണ്ടിവരും. അതുകൊണ്ട് തന്നെ സ്നേഹം എന്നത് പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമാണെന്നും ഒരാളുടെ മാനസിക നിലയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഒരിക്കലും സ്നേഹമല്ലെന്നും കുട്ടികൾ തിരിച്ചറിയണം. ഗോസ്റ്റ് ഡേറ്റിംഗ് എന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവ വൈകല്യമല്ല, മറിച്ച് അതൊരു മാനസിക ക്രൂരതയാണ്. ഇത് ചെയ്യുന്നവർക്ക് പലപ്പോഴും മാനിപ്പുലേറ്റീവ് പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ അത്തരം വ്യക്തികളെ മാറ്റിയെടുക്കാം എന്ന വ്യാമോഹത്തിൽ ആ ബന്ധത്തിൽ തുടരുന്നത് ആത്മഹത്യാപരമാണ്. ചുരുക്കി പറഞ്ഞാൽ പ്രണയത്തിലെ വഞ്ചനയേക്കാൾ അപകടകരമാണ് വൈകാരികമായ വഞ്ചന. ഗോസ്റ്റ് ലൈറ്റിംഗ് എന്ന നിശബ്ദ കൊലയാളി കൗമാരക്കാരുടെ സ്വപ്നങ്ങളെയും ചിന്തകളെയും ഇല്ലാതാക്കുന്നതിന് മുൻപ് തന്നെ അതിനെതിരെ പ്രതിരോധം തീർക്കേണ്ടതുണ്ട്. തുറന്ന സംസാരങ്ങളും കൃത്യമായ ബോധവൽക്കരണവുമാണ് ഇതിനുള്ള മരുന്ന്. സ്നേഹത്തിൻ്റെ പേരിൽ നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാൻ ആരെയും അനുവദിക്കരുത് എന്ന സന്ദേശം ഓരോ വീട്ടിലും മുഴങ്ങണം. മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളുടെ വൈകാരിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.